ഇന്ന് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് പറയുന്നത്. അതിന് ചെറുനാരങ്ങയുടെ മുഴുപ്പുള്ള പുളി വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് ഇഞ്ചി ക്രഷ് ചെയ്തെടുക്കണം. ഇഞ്ചി പിഴിഞ്ഞ് ഇഞ്ചി നീരും ഇഞ്ചിയുമാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഇഞ്ചി വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിൽ പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പിഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ശർക്കര പാനി ആഡ് ചെയ്യാം. അതിനായി ശർക്കര വെള്ളത്തിൽ ലയിപ്പിച്ച പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തിളയ്ക്കുന്ന സമയത്ത് അടുത്ത ചേരുവകൾ ഉണ്ടാക്കി വെക്കാം. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിൽ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറുകുന്ന സമയത്ത് തേങ്ങ വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായി ഒരു പാനിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. തീ നല്ല രീതിയിൽ ഈ സമയത്ത് കുറച്ച് വയ്ക്കുക. തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഈ തേങ്ങ അരച്ചത് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കറി കുറുകിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ദിവസങ്ങളോളം കേടുകൂടാതിരിക്കാം. ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്.